ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ബിജു കൃഷ്ണൻ, ഫുള്ളി ക്വാളിഫൈഡ് മോർഗേജ് അഡ്വൈസർ. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ഒരു മോർഗേജ് അഡ്വൈസർ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് നിങ്ങൾക്കുള്ളത്, അല്ല നിങ്ങൾ നേരെ ബാങ്കിലേക്കൊക്കെ പോയിട്ട് മോർഗേജ് എടുക്കുന്നതാണോ കൂടുതൽ നല്ലത് എന്നതിനെക്കുറിച്ചാണ്. ഇതിന് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ചുകൂടി ഇത്തവണ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മോർഗേജ് അഡ്വൈസർ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളെ സമയമെടുത്ത് നിങ്ങൾക്കൊരു ബാങ്കിൽ ഒന്നോ രണ്ടോ ബാങ്കുകളിലേക്ക് പോയിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് മോർഗേജ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നുണ്ടാവുക. ഓരോ ബാങ്കുകൾക്കും ഡിഫറെൻറ്റ് ക്രൈറ്റീരിയകളുണ്ട്. ചില ബാങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചിലപ്പോൾ നമ്മൾ വിസയിലൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ ചില ബാങ്കുകൾക്ക് നമുക്ക് മോർഗേജ് കിട്ടും, ചില ബാങ്കുകൾ കിട്ടില്ല. ഹൈ സ്ട്രീറ്റ് ബാങ്കുകളിൽ നമ്മൾക്ക് 10% ഡെപ്പോസിറ്റിൽ മോർഗേജ് ഒക്കെ തരാനാണെങ്കിൽ വളരെ ചുരുക്കം, ഹൈ സ്ട്രീറ്റ് ബാങ്കുകളോ ഏകദേശം ഒരു ബാങ്കേ ഉള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ചില ബാങ്കുകൾക്ക് നമ്മൾക്ക് ഗിഫ്റ്റ് ഡെപ്പോസിറ്റ്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഗിഫ്റ്റ് ഡെപ്പോസിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ചില ബാങ്കുകൾ നിങ്ങൾ ഇവിടുന്ന് തന്നെ നിങ്ങളുടെ ഇൻകം ഉണ്ടാവണമെന്ന്. അപ്പോൾ ഒരു 10% ഡെപ്പോസിറ്റിലാണെങ്കിൽ വിസയിലുള്ളവർക്ക് അധികമൊന്നും ഹൈ സ്ട്രീറ്റ് ബാങ്കുകൾ നമ്മുടെ മുമ്പിലില്ല. ചില കുറച്ച് ബിൽഡിംഗ് സൊസൈറ്റികളൊക്കെ ഇപ്പോൾ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷേ മെയിൻ ബാങ്കുകളിൽ അധികം ബാങ്കുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ക്വാളിഫൈഡ് ഒരു മോർഗേജ് അഡ്വൈസറുടെ മുമ്പിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഫയൽ എടുത്ത് പഠിച്ച് ഈ ഫയലിൽ ഏതൊക്കെ പോസിറ്റീവ് നോട്ടുകളാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കി എവിടെയാണ് നിങ്ങൾ കേസ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ ഇവിടുന്ന് PR ഉണ്ട്, സിറ്റിസൺഷിപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഏത് ബാങ്കിനെയാണെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. പലപ്പോഴും ആൾക്കാർ വരികയാണ് PR സിറ്റിസൺഷിപ്പ് കിട്ടിയത് കൊണ്ട് നമ്മൾക്ക് അഫോർഡബിലിറ്റി കൂടുതൽ കിട്ടുമോ, ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് കിട്ടുമോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റിന് മുകളിലൊന്നും ആ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് ബാങ്കുകൾ അവൈലബിൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റ് ബാങ്കുകളിലേക്കും കൂടി, ഇപ്പോൾ ഒരു ബാങ്കിൽ ഇപ്പം ബാർക്ലേസിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാലിഫാക്സിലേക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നാഷണൽ ബാങ്കിലേക്ക് നോക്കാൻ പറ്റും, അല്ലെങ്കിൽ നാറ്റ് വെസ്റ്റോ, ബാക്കി ഏത് ബാങ്കുകളാവട്ടെ മറ്റ് ഡിഫറെൻറ്റ് ബാങ്കുകളിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്, ചില ആൾക്കാർക്ക് നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന ഡെപ്പോസിറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇന്നിതാ ലേറ്റസ്റ്റ് 100% മോർഗേജുകളടക്കം കൊടുക്കുന്ന ബാങ്കുകളുണ്ട്, 1% ഡെപ്പോസിറ്റ് മോർഗേജ് കൊടുക്കുന്ന ബാങ്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മേലെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഫണ്ട് കുറവാണ്, അപ്പോൾ നമ്മൾക്ക് ഈ നോക്കിയിട്ട് ഇവരെ സ്കീം നോക്കിയിട്ട് ഈ സ്കീം എവിടെ അലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് കൂടുതൽ എമൗണ്ട് ആയിരിക്കും വേണ്ടി വരിക. സാധാരണ ബാങ്കുകളിൽ പോകുന്ന സമയത്ത് അവർ 4 ടൈംസോ 5 ടൈംസ് ഒക്കെ തരുന്നുള്ളൂ, നമുക്ക് അതിൽ കൂടുതൽ വേണം. അല്ലെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള നിങ്ങളുടെ സാലറി ഉണ്ട്, നിങ്ങൾക്ക് ചില കോൺട്രാക്ട് ജോബ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു ശമ്പളം അതിൽ കൃത്യമായിട്ടുള്ള ഒരേപോലെ പാറ്റേണല്ല നിങ്ങൾക്ക് വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു മോർഗേജ് അഡ്വൈസറെ സമീപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് മുഴുവൻ നോക്കി മനസ്സിലാക്കിയിട്ട് നിങ്ങളെ കറക്റ്റ് ഏത് ബാങ്കിലേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്ന ഗൈഡൻസ് നിങ്ങൾ തുടക്കം തൊട്ട് തീരുന്നവരെ പ്രൊസീജിയറിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ മോർഗേജ് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മളെ പേപ്പറുകൾ ഫയലുകളൊക്കെ പെർഫെക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുകയാണ്. നമ്മളിപ്പോൾ ആലോചിച്ചത്, നിങ്ങളോട് ഒരു വ്യക്തി വന്നിട്ട് നിങ്ങളോടൊരു കടം ചോദിക്കുക, നിങ്ങളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു ഫ്രണ്ട്, നിങ്ങളൊരു ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ഫ്രണ്ട് വന്നിട്ട് നിങ്ങളോട് കടം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് കടം കൊടുക്കുമോ? ഇല്ല എന്നായിരിക്കും നമ്മളെല്ലാവരും ഉത്തരം, അല്ലേ? അപ്പോൾ ഇവിടെയും മോർഗേജിലും ഏകദേശം അതേ തന്നെയാണ്. നമ്മൾ UK വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ബാങ്കുകളുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഏകദേശം ഒരു സോഷ്യൽ മീഡിയ ഫ്രണ്ടിന് തുല്യമാണ്. ഈ സോഷ്യൽ മീഡിയ ഫ്രണ്ട് നമ്മളൊരു റിയൽ ഫ്രണ്ട് ആവുന്ന സമയത്താണ് നമ്മൾക്ക് നമ്മളെ കൂട്ടുകാർക്ക് കടം കൊടുക്കുന്നതെന്ന് പറയുന്ന പോലെ തന്നെ ബാങ്കും ചെയ്തു തുടങ്ങുന്നത്. അതിന് ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വേണ്ടതാണ്, നമ്മൾ UK വന്നു കഴിയുമ്പോൾ തന്നെ നമ്മളെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇവിടുത്തെ പേര് രജിസ്റ്റർ ചെയ്യാവുന്നത്. കാരണം ഒരു ബാങ്കുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ന ദിക്കിൽ ഇവർ താമസിക്കുന്ന ആൾക്കാരാണ്. അത് വളരെയധികം നമ്മൾക്ക് മോർഗേജ് കിട്ടാനോ കാര്യങ്ങൾക്ക് സഹായമായിരുന്നു. 2, നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, നമ്മൾ ക്രെഡിറ്റ് സ്കോർ അല്ല നോക്കേണ്ടത് യഥാർത്ഥത്തിൽ, നമ്മളെ ക്രെഡിറ്റ് മാനേജ്മെൻ്റ് ആണ്, ഫൈനാൻസ് മാനേജ്മെൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് എത്രയിലായിരിക്കണം, നമ്മളെ ബിൽ പേയ്മെൻറ്റുകൾ, നമ്മൾക്ക് ഏതെങ്കിലും പേയ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പേയ്മെൻറ്റുകളൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ അടക്കുക. ഏകദേശം ഓരോ സമയത്തും വന്നു ഡയറക്റ്റ് ഡെബിറ്റുകൾ വെച്ച് പേയ്മെൻറ്റുകൾ നമ്മൾ അടച്ചടച്ച് മുന്നോട്ടേക്ക് പോകുന്നത് നമുക്ക് വളരെ ഗുണകരമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ അഥവാ ഇനി ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് വന്നു അടക്കാൻ പറ്റുന്നില്ല എങ്കിൽ ആ ലെൻഡർ അല്ലെങ്കിൽ ആരാണ് ആൾക്കാർ അവരെ വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ട് ഒരുപക്ഷെ ചെറിയ സാവകാശം വാങ്ങി നിങ്ങൾ ആ പേയ്മെൻറ്റുകൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ടുകളൊക്കെ നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളെ ലേറ്റ് പേയ്മെൻറ്റിലേക്ക് പോകാറില്ല. പലപ്പോഴും ഒരുപാട് ഫയലുകളിൽ ഞാൻ കാണുന്ന ഒരു കേസാണ്, നമ്മൾ ആൾക്കാർ ചിലപ്പോൾ അവർ ഇലക്ട്രിസിറ്റിൻ്റെ ബില്ല് അല്ലെങ്കിൽ വാട്ടർ ബില്ലുകളൊക്കെ വന്നു, നമ്മുടെ താമസം മാറി പഴയ അഡ്രസ്സിലേക്ക് വന്നത് നമ്മൾ അറിയില്ല. നമ്മളിവിടെ ഓരോ മാസത്തെ ലേറ്റ് പേയ്മെൻറ്റുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾക്ക് മോർഗേജ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറഞ്ഞു പോവുകയാണ്. ഇനി 6 മാസത്തിലേറെ നിങ്ങൾ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ലേറ്റ് ആക്കി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ സിസ്റ്റം പ്രകാരം ഡിഫോൾട്ടായിട്ട് മാറും. ഡിഫോൾട്ടൊക്കെ മാറി ഈ ലേറ്റ് പേയ്മെൻറ്റൊക്കെ 6 വർഷം നമ്മുടെ ഫയലിൽ കിടക്കും അതവിടെ. അപ്പോൾ അടുത്തൊരു 6 വർഷത്തേക്ക് പോലും പലപ്പോഴും നമ്മൾ വീടെടുക്കുന്നത് നമ്മുടെ സ്വപ്നങ്ങളെ പോലും ഇത് തടസ്സപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ടൈമിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളെ ഡയറക്റ്റ് ഡെബിറ്റുകളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അടച്ചെടുക്കുക.
2, നമ്മൾ വീടെടുക്കാൻ തീരുമാനിച്ചാൽ തൊട്ടടുത്തൊരു സമയത്ത് നമുക്കൊരു കാർ ലോണ് പോവാണ്, അല്ലെങ്കിൽ പേഴ്സണൽ ലോണ് പോവാണ്. ഇത് നമ്മൾക്ക് പോസിറ്റീവ് ആണ് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് ഉണ്ടാക്കും. ഏത് തരത്തിലാണ് നെഗറ്റീവ് ഉണ്ടാക്കുക? ഏകദേശം നമ്മളൊരു കാർ ലോൺ അല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ മന്ത്ലി അടയ്ക്കുന്നത്, നമ്മൾ ബാലൻസ് ഇപ്പം നമുക്ക് 2000 പൗണ്ടേ ഉള്ളൂ, പക്ഷേ നമ്മൾ മാസം ഏകദേശം ഒരു 400 പൗണ്ടാണ് അടയ്ക്കുന്നതെന്ന് കരുതുക. എന്നാൽ പോലും 10-40,000 പൗണ്ട് എടുത്തൊക്കെ നമ്മൾ അഫോർഡബിലിറ്റി ഇത് കുറവ് വന്നു തോന്നിക്കും. നമ്മൾ അടയ്ക്കുന്നത് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. മന്ത്ലി അടയ്ക്കുന്നതിനനുസരിച്ചാണ് അഫോർഡബിലിറ്റിയിലേക്ക് നോക്കുക. 2, പുതിയ ലോണോ മറ്റോ എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾക്ക് റെഡിക്ക് പറഞ്ഞാൽ നമ്മളെ കിട്ടാവുന്ന പേഴ്സൻറ്റേജ്, ഇപ്പം 90% വേണ്ട മോർഗേജിൽ ഇപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ക്ലയൻറ്റ്, അയാൾ കഴിഞ്ഞ ഒരു മാസം ലോൺ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ മാസം അയാൾ മോർഗേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ബാങ്ക് എന്താ നോക്കിയത്? ബാങ്ക് നോക്കിയിട്ട് പറഞ്ഞു അയാൾക്ക് 85% മോർഗേജ് തരാൻ പറ്റുള്ളൂ. എന്താണ് അവിടെ അവർ കാണുന്നത്? നിങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരൻ നിങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന 2-3 കൂട്ടുകാരെടുത്ത് ഒരു 500 പൗണ്ട് വെച്ച് നിങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടെന്ന് കരുതുക. അത് കഴിഞ്ഞ് ആ വ്യക്തി നിങ്ങളോടും വന്നിട്ട് കടം ചോദിക്കുകയാണ്. നിങ്ങളൊരു കൂട്ടുകാരൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അയാൾ നിങ്ങളെ വേറെ 3 കൂട്ടുകാരുടെ കടം വാങ്ങിയിട്ടുണ്ട് 500. അത് കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് വീണ്ടും കടം ചോദിക്കുകയാണ്. പക്ഷേ നിങ്ങൾക്ക് അയാൾക്ക് നോ പറയാൻ പറ്റില്ല. നിങ്ങൾ അത്രയും അടുപ്പുണ്ട്. നിങ്ങൾ എന്തായിരിക്കും അയാളോട് പറയുക? എൻ്റെ കയ്യിൽ 500 പൗണ്ട് ഇല്ല, ഞാൻ വീട്ടിൽ 200 പൗണ്ട് തരാം, അല്ലെങ്കിൽ 300 പൗണ്ട് തരാമെന്ന് പറയും, അല്ലേ? ഇത് തന്നെയാണ് ബാങ്കും ചെയ്യുന്നത്. നമ്മൾ വേറെ എടുത്തിരിക്കുന്ന കാർ ലോണോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണോ എടുത്തതിന് ശേഷമാണ് നമ്മൾ മോർഗേജ് എടുക്കാൻ പോകുന്നത് കരുതുക. അപ്പോൾ ബാങ്ക് എന്ത് നമ്മളോട് പറയും? നിങ്ങൾക്ക് 90% തരാൻ പറ്റില്ല, ഞാൻ 85% തരാം, അല്ലെങ്കിൽ 80% തരാമെന്ന് പറഞ്ഞേക്കും. ഈ പേഴ്സൻറ്റേജ് കുറയുന്നത് വലിയ രീതിയിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. കാരണം നമ്മളൊരു 3 ലക്ഷത്തിന് വീടെടുക്കുന്നെങ്കിൽ നമ്മളൊരു 10% പറഞ്ഞാൽ തന്നെ അത് ഏകദേശം 30,000 പൗണ്ട് വേണം. ഇനി അത് 15% ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 15,000 പൗണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, അല്ലേ? ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു മോർഗേജ് അഡ്വൈസർ നിങ്ങൾ സമീപിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിനോടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്ത് അവർക്ക് നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മോർഗേജ് എടുക്കണം, അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബില്ല് എഴുതാനുണ്ട്, അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണി എഴുതാനുണ്ട്, ഈ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഞങ്ങളുടെ ടെലിഫോൺ നമ്പർ 0785 9999 893. അപ്പോൾ വീണ്ടും ഞാൻ നമ്പർ റിപ്പീറ്റ് ചെയ്യാം, 0785 9999 893. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.